എന്നാടാ ഇതല്ലേ ഒഴിച്ചോണ്ടിരിക്കുവാ. ഇതെന്നാ നീ ടച്ചിങ്സ് പൊഞ്ഞു കത്തിക്കൊണ്ടു വന്നാണോ? ചേട്ടാ, ഇത് ഞാൻ ചേട്ടന് വേണ്ടി മേടിച്ച സാധനം. ചേട്ടൻ ഇപ്പം മനസ്സിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സാധനം. എന്നാ സാധനമാടാ നീ? എനിക്ക് ചേട്ടൻ തന്നെ തോന്നുന്നു. ഓഹോ, തുറന്നു നോക്കാം. എന്നാടാ ഇത്ര കാര്യമായിട്ട് കൊണ്ടുവന്നേ? മൈക്കോ? ചേട്ടാ, ഇനി എനിക്ക് ഈ മൈക്കില് ചേട്ടൻ ഒരു പാട്ട് കൂടെ കേൾക്കണം. അതിനെന്നാടാ, ഇതൊന്ന് കണക്ട് ചെയ്ത് തരാമോ? അതിനിപ്പോ എന്താ, പറ്റുവരാ. വൈശാഖസന്ധ്യ നിൻ ചുണ്ടിലെന്റെ അരുമ സംഗീത അരകാന്തിയോ ഓമനേ പറയൂ നീ പിന്നിൽ നിന്നും പാറി വന്ന ലാവണ്യമേ. അടുത്ത പാട്ട് പാടാൻ പോവാണേ, ഉല്ലാസം പുതിയ. നന്നായി. അതെ, ഞാൻ കിടക്കാൻ പോവാ. ചേട്ടാ, എനിക്ക് നാളെ അത്യാവശ്യമായിട്ട് എനിക്ക് ജോലിക്ക് വേണം. അതുകൊണ്ടാണ്. അല്ല ഞാൻ ഇരുന്നേനെ. നാളെ എനിക്ക് ഇപ്പൊ എനിക്കൊരു മെസ്സേജ് വന്നു. നാളെ എനിക്ക് ജോലിക്ക് കയറണോ? പിന്നെ എനിക്കറിയാലോ. ചേട്ടൻ പാടിക്കും. ഓ, ഈ പാട്ട് നിൽക്കുന്നില്ലല്ലോ. മനുഷ്യന് ഉറങ്ങാനും പറ്റുന്നില്ല. അച്ചു, ഈ പാട്ടെന്താ പുള്ളി നിർത്താത്തെ? ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുവാണോ? മേടിച്ചു കൊടുക്കുമ്പോ ആലോചിക്കണമായിരുന്നു. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ പുള്ളി നല്ല പാട്ട്? നിങ്ങൾ പറഞ്ഞോണ്ടല്ലേ ഞാനിതൊക്കെ മേടിച്ചു കൊടുത്തത്? അല്ലെ ഞാനത് മേടിക്കൂ? അല്ല, ആക്കി പറഞ്ഞാൽ മനസ്സിലാവുകയല്ലേ? എന്നാ ആക്കി പറഞ്ഞു. നിങ്ങൾ തന്നെ പൊട്ടനാണോ? അറിയാൻ പറ്റാഞ്ഞിട്ട് ചോദിക്കുവോ? അല്ല, ഇപ്പൊ ഞാൻ ഇതിപ്പോ എന്താ നിർത്താൻ പോംവഴി പറഞ്ഞു? നീ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചോദിക്കാൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ചേച്ചിക്ക് ചേച്ചിയൊന്നും പറയണേ. ഇപ്പൊ തന്നെ അങ്ങോട്ട് കയറിച്ചല്ലേ. അവള് വല്ല പത്തലെടുത്തിട്ട് തലക്കെട്ടടിക്കും. ആണോ? ഒന്നും വേണ്ട, നാളെ ഒന്ന് പറഞ്ഞ് സെറ്റാക്കി തരുമോ? ഇന്നെങ്ങനെയും ഒന്ന് ഉറങ്ങാം. നോക്കട്ടെ, വല്ലയിടത്തും കൊണ്ട് ഭാഗത്ത് വെക്കാൻ പറയാം അവളോട്. ഓക്കെ, അങ്ങനെ ഇപ്പൊ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഉറങ്ങാൻ പറ്റും. പിന്നെയും പാട്ട്. പതിരവായി നേരം പനനീർ തുളിരമ്പിളി